ഞാൻ ഓണമായാലും വിഷുവായാലും ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്. ഓണത്തിനൊക്കെ ഓട്ടോറിക്ഷ ഓടിച്ചു പോകും. പക്ഷെ ആള് ബാക്കിൽ കയറി ആൾക്കറിയില്ല, ഇത് കലാരൂപമണിയൊക്കെ വണ്ടി ഓടിക്കണമെന്ന് അറിയില്ല. വാടക തരാൻ നേരത്തെ അങ്ങനെ കുറെ എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള ആളാണ്. ഇപ്പൊ എനിക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുകയും ഞങ്ങളുടെ അവിടെ ക്രിക്കറ്റ് കളിക്കും. നമ്മള് സിനിമാ താരം എന്ന് പറയുന്നത് നിങ്ങളാണ് ഒരു സിനിമാ താരത്തെ സൃഷ്ടിക്കുന്നത്, ഒരു സിനിമാ നടനാക്കുന്നത്. നിങ്ങൾ ഇത്രയും ആളുകൾ എന്നെ ഇത്രയും സ്റ്റേജിലേക്ക് എന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അറിയാതെ കണ്ട് തന്നെ ഒരു പവർ എന്റെ ദേഹത്ത് കയറാണ്. ആ പവർ ഉണ്ടാവാൻ കാരണം ചാലക്കുടിയിലെ ഒരു രാമൻ എന്ന് പറയുന്ന ഒരു തൊഴിലാളി ഉണ്ടായിരുന്നു. പാടത്ത് പണി എടുക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിനെ പറ്റി ഞാൻ എഴുതിയ പാട്ടുകളൊക്കെ ഉണ്ട്. ഈ ജോലിക്ക് വേണ്ടി ഇങ്ങനെ തേരാപാന നടക്കാം. പക്ഷെ 10ാം ക്ലാസ് 3 പ്രാവശ്യം അന്തസ്സായിട്ട് എഴുതി പാട്ടാളാണ്. എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. അത് തോറ്റതോണ്ടാണ് ഞാൻ സിനിമാ നടനായത്. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞ മാതിരി എവിടെയെങ്കിലും ഇടിയും ഒക്കെ കൂടി തല്ലൊക്കെ പിടിച്ച് എവിടെയെങ്കിലൊക്കെ അടുത്ത് പോയി കിടന്നാണ്. പക്ഷെങ്കിൽ ആ 10ാം ക്ലാസ് തോറ്റതുകൊണ്ട് ആരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് ഞാൻ സിനിമാ നടനായി. ഈ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മജിസ്ട്രേറ്റിന്റെ വേഷം, CIയുടെ വേഷം, ജില്ലാ കളക്ടറുടെ വേഷം, വക്കീലിന്റെ വേഷം. എന്തിനു പറയുന്നത്? ഈ അടുത്ത കാലത്ത് ഒരു പെണ്ണിന്റെ പ്രസവം വരുന്ന ഡോക്ടറാണ്. പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. മനസ്സ് നന്നായിരിക്കും, പ്രവൃത്തി നന്നായിരിക്കും, ഗുണം നല്ല ആരോഗ്യത്തോടുകൂടി പ്രവർത്തിക്കണം. എന്നാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റും. ഞാൻ ഇത്രയും എന്റെ ഫേസ്ബുക്ക് ഇപ്പോഴും പരീക്ഷ മുതലിരിക്കുക എനിക്കല്ല. ഞാൻ കിട്ടിയിട്ടൊരു കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല. അതാ പറഞ്ഞ അന്ന് കഷ്ടപ്പെട്ട എന്നെ പഠിപ്പിച്ച എന്റെ അച്ഛൻ, ആ അച്ഛനെ കുറിച്ച് ഞാൻ പാടിയ പാട്ടുകളുണ്ട്. കഷ്ടപ്പെടുന്നവരെ അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന പാവങ്ങൾക്കേ അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ദൈവത്തിന്റെ മണമുള്ളവർ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമ്മൾ കഷ്ടപ്പെടുന്ന എന്തിനു വേണ്ടിയാണ്? നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. അതിന്റെ കൂടെ നമ്മുടെ നാടിനും വേണ്ടി ഓരോ വ്യക്തിയും കഷ്ടപ്പെടണം. അന്ന് എഴുതിയ പാട്ടാണ്. മുംബൈ കുറ്റാണ്ട് പാടങ്കത്തനുമാ വയല പൊട്ടിയിട്ട് പാപ്പണ്ടാക്കനുമാ മുംബൈ കുറ്റാണ്ട് പാടങ്കത്തനുമാ വയല പൊട്ടിയിട്ട് പാപ്പണ്ടാക്കനുമാ വയല കണ്ടാലി അത്തരം മുംബൈ കുറ്റാണ്ട് എന്റെ പാടകത്തനുമാ വയല കുട്ടി കാക്കനുമാ കണ്ടാലി എന്റെ കൊടലി കത്തനുമാ പ്രാണം വെള്ളിട്ട് ഓണം വഴക്കനുമാ മുംബൈ കുറ്റാണ്ട് എന്റെ പാടകത്തനുമാ വയല കുട്ടി നാടൻ പാട്ടിന്റെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഒരു പക്ഷേ